ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് കരുതിയത്. ഞാൻ രാവിലെ 5:30 ആകുമ്പോഴത്തേക്ക് എണീക്കലുണ്ട്. കുട്ടികളെ 6 മണിക്കാണ് വിളിക്കൽ. എൻ്റെ നിസ്കാരം ഓത്തൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കുട്ടികളെ വിളിക്കൽ. കുട്ടികളെ വിളിക്കാൻ തന്നെ ഒരുപാട് സമയമാവും. എല്ലാം കഴിഞ്ഞ് വന്ന് ചായൻ്റെ മുമ്പിൽ ഇരുന്നാലും അവർക്ക് അത് റെഡി ആവലില്ല. അങ്ങനെ മദ്രസയിലെത്താൻ വേണ്ടിയിട്ട് ലേറ്റ് ആവുന്നതുകൊണ്ട് ഞാൻ അവരെ മദ്രസയിലേക്ക് കൊണ്ടുവിടൽ. മദ്രസയിൽ കൊണ്ടുവിട്ട് കഴിഞ്ഞിട്ട് വന്നിട്ട് വേണം എനിക്ക് എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട്. ആദ്യം ബെഡൊക്കെ വിരിച്ചിട്ടിട്ടാണ് ഞാൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിലേക്ക് ഇറങ്ങൽ. ഇന്ന് പാസ്ത ഉണ്ടാക്കാമെന്ന് കരുതി. പാസ്ത ആകുമ്പോൾ കുറച്ച് എളുപ്പമല്ലേ. സ്കൂളിൽ നിർബന്ധമാണ് ചോറ് കൊണ്ടുപോകണം എന്നുള്ളത്. പക്ഷെ മോനിക്ക് തീരെ ചോറ് ഇഷ്ടമല്ല. അവൻ പറയലാണ്, ഞാൻ ഈ തണിഞ്ഞ ചോറ് എങ്ങനെയാണ് കഴിക്കില്ല, എനിക്ക് ഇഷ്ടമാകുന്നില്ല, എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നത്, ഉമ്മ എനിക്ക് ചോറ് വേണ്ടാന്ന് പറയുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ വെറൈറ്റി എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത്. നമുക്ക് തന്നെ ഇഷ്ടമാവലില്ലല്ലോ. ഈ ചോറ് തണിഞ്ഞ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ആർക്കെങ്കിലും ഇഷ്ടമാവലുണ്ടോ? പിന്നെ അവർ കൊണ്ടുപോയി കഴിഞ്ഞാൽ ക്ലാസ്സിൽ നിന്ന് അവർ ഫുൾ ഷെയറിങ് ആണ്. അവർ ആരെങ്കിലും വെറൈറ്റി ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവർ ഷെയർ ചെയ്ത് കഴിക്കണം. അതുകൊണ്ട് തന്നെ മോൻ പറയും, നിങ്ങൾ വെറൈറ്റി ഫുഡ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അന്ന് കുറച്ചധികം ഉണ്ടാക്കണം, എനിക്ക് ക്ലാസ്സിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ കിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ടിഫിനിൽ കുറച്ചധികം വെക്കണേന്ന് പറയലുണ്ട്. രണ്ടാൾക്കാണ് ലഞ്ച് കൊണ്ടുപോകേണ്ടത്. ഒരാൾക്ക് ലഞ്ച് അവിടെ നിന്ന് തന്നെ കിട്ടും. ഹൗസ് വാമിങ് കഴിഞ്ഞ പാടെ തന്നെ എൻ്റെ മക്കളെ സ്കൂളിൽ ചേർത്ത് വേറൊരു സ്കൂളിലായിരുന്നു. ആ സ്കൂളിലേക്ക് കൊണ്ടുവിടാനും കൊണ്ടുവരാനും ഒക്കെ ഒരുപാട് പണിയായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ ഈ മെയിൻ റൂട്ടിലേക്ക് കൊണ്ടുപോകണം. സ്കൂൾ ബസ് എൻ്റെ വീട്ടിൻ്റെ മുന്നിൽ വരില്ല. ആ സമയത്തൊക്കെ ഒരുപാട് പണിയാണ് ഉണ്ടായിട്ടുണ്ടായത്. ഇപ്പോഴാണ് പിന്നെയും ഓക്കെ ആയി വന്നത്. പിന്നെ എൻ്റെ വീട്ടിനടുത്തായിട്ട് ഒരുപാട് നായി വരുത്തുന്നുണ്ട്. അപ്പം അതിനെ പേടിച്ചിട്ടാണ് ഞാൻ എൻ്റെ മക്കളെ കൊണ്ടുവിടുന്നത് തന്നെ. ഈ ഭാഗത്ത് ഒരുപാട് നായ ശല്യമുണ്ട്. കുട്ടികൾ മദ്രസ വിട്ട് വരുമ്പോഴത്തേക്ക് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡി ആവണം. അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ബാക്കിൽ പോകേണ്ടതുകൊണ്ട് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിലൊന്നും ഇറങ്ങാൻ കഴിയലില്ല. അതുകൊണ്ട് തന്നെ 5:30 എണീച്ച് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് കിടക്കാൻ പോയിട്ട് ഒന്ന് ഇരിക്കാൻ പോലും സമയം കിട്ടലില്ല. പിന്നെ കുറേ ഭാഗമൊക്കെ എൻ്റെ കുട്ടികൾ തന്നെ എന്നെ ഹെൽപ്പ് ചെയ്യലുണ്ട്. അവർ തന്നെ അവരെ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് അത്ര പണി ഉണ്ടാവലില്ല. പിന്നെ മടിയൊന്നും കാണിക്കലില്ല എൻ്റെ കുട്ടികൾ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട്. അവന് ഒരു ഭാഗ്യമല്ലേ. ചില കുട്ടികളൊക്കെ മടി കാണിച്ച് കരഞ്ഞ് കുഴപ്പമാക്കിയിട്ടില്ല സ്കൂളിൽ പോകുന്നത് കാണാം. പിന്നെ ഇടയ്ക്ക് ഉമ്മയൊക്കെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് സമാധാനമാണ്. എന്നെ കുറച്ച് ഹെൽപ്പ് ചെയ്യുമല്ലോ. എനിക്ക് ഒറ്റയ്ക്ക് കിടന്ന് വലിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ പിന്നെ കുട്ടികളുടെ അടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, മദ്രസ വിട്ട് വന്നപാടെ തന്നെ വേഗം വന്ന് ഡ്രസ്സ് മാറിയിട്ട് കുളിക്കാൻ കയറണം എന്നൊക്കെ. 8:30 മണിയാകുമ്പോഴത്തേക്കാണ് മദ്രസ വിടുന്നത്. 9:30 ആകുമ്പോഴത്തേക്ക് സ്കൂളിൽ വണ്ടിയും വരും. 1 മണിക്കൂറേ കിട്ടുന്നത്. ആ 1 മണിക്കൂർ കൊണ്ട് എല്ലാം റെഡി ആവണം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി ഞാൻ ടിഫിനിലാക്കി വെച്ച് കഴിയുമ്പോഴത്തേക്ക് കുട്ടികൾ എത്തിയിട്ടുണ്ടായി. പിന്നെ സ്കൂളിൽ എപ്പോഴും സ്നാക്സ് ആയിട്ട് കൊണ്ടുപോകേണ്ടത് വെജിറ്റബിൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അധികവും ക്യാരറ്റാണ് കൊടുക്കൽ. കടല ഐറ്റംസും കൊടുക്കണമെന്ന് പറയുന്നു. പക്ഷെ എൻ്റെ മോള് കടല ഐറ്റംസ് കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിക്കലില്ല. പാസ്ത ആയതുകൊണ്ട് തന്നെ അവർ തന്നെ സ്വയം കഴിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതും കൂടെ വായിലിട്ട് കൊടുക്കേണ്ടി വരുന്നുണ്ട്. ദോശയൊക്കെ ആണെങ്കിൽ കുട്ടികൾ പറയും, എനിക്ക് വേണ്ടാന്ന് പറയുമ്പോൾ അതുകൂടെ വായിലിട്ട് കൊടുക്കേണ്ട പണി ഉണ്ടാവലുണ്ട്. ഇവർ രണ്ടാളെയും മാത്രമേ എനിക്ക് ഒരുക്കേണ്ട പണി ഉണ്ടാവുള്ളൂ. മൂത്താൾ അവൻ തന്നെ സ്വയം എല്ലാം ചെയ്യുന്നതാണ്. ഇവർ രണ്ടാളെയും ഞാൻ പെട്ടെന്ന് റെഡിയാക്കി വെക്കുന്നതുകൊണ്ട് തന്നെ അവർ രണ്ടാളും വേഗം പിന്നെ ടൈം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ടി വിയും കണ്ടിരിക്കുക ചെയ്ത്. ഇവൻ തന്നെ ഇവൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യൽ, പക്ഷേ കുറച്ച് സ്ലോ ആണെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ പുറത്ത് വണ്ടി വന്നതിന് ശേഷം ആദ്യം ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയലാണ്, വേഗം ഇറങ്ങുക വേഗം ഇറങ്ങുക. പറഞ്ഞുകൊണ്ടിരുന്നാലേ അവർ പെട്ടെന്ന് ഇറങ്ങും, അല്ലെങ്കിൽ അവിടെ തന്നെ നിൽക്കും. പിന്നെ ഡ്രൈവർ കുറച്ച് ക്ഷമയുള്ള ആളായതുകൊണ്ട് കുഴപ്പമില്ല. ഹോണൊന്നും അടിച്ച് അങ്ങനെ ബുദ്ധിമുട്ടിക്കലില്ല. അവരൊക്കെ ഇറങ്ങിയതിന് ശേഷം മാത്രമാണ് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കൽ. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ബാക്കി പണിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റെ അടിക്കലും തുടക്കലും അലക്കലും പാത്രം കഴുകലും എല്ലാം പണി അവിടെ ബാക്കി കിടക്കുന്നുണ്ട്. ഇക്ക ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കലുള്ളൂ. അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഇക്ക ഇല്ലാത്തതുകൊണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് ഉച്ചയ്ക്കും കഴിക്കൽ. പിന്നെ എപ്പോഴെങ്കിലും ഇങ്ങനെ ചോറുണ്ടാക്കും. എപ്പോഴും ചോറുണ്ടാക്കുകയൊന്നും ചെയ്യലില്ല. എല്ലാത്തിനും ഒരു ടൈം ടേബിൾ പോലെ ആക്കിയെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പണിയൊക്കെ തീർത്തിട്ട് അതിനും കണ്ടിരിക്കാൻ ഒരുപാട് സമയം ഉണ്ടാവും. അതിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും ഫോൺ ചെയ്താലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് സമയം പോവുക. ആരെങ്കിലും പുറത്തുനിന്ന് ഇങ്ങനെ പെട്ടെന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ അങ്ങനെയെല്ലാം ആകുമ്പോഴാണ് നമ്മളെ പണിയൊക്കെ അവിടെ ബാക്കിയാവുക. അല്ലെങ്കിൽ എല്ലാം പെട്ടെന്ന് തീരും.
കുറച്ച് ഡ്രസ്സൊക്കെ അലക്കിയത് മടക്കി വെക്കാനുണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ കുട്ടികളുടെ അടുത്ത് പറയുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ കുളിച്ച് കഴിഞ്ഞാൽ വന്നിട്ട് തോർത്ത് ബെഡിലിടുന്നത്. അതെനിക്ക് തീരെ ഇഷ്ടമല്ല. എത്ര പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും കുട്ടികൾ വന്നിട്ട് പിന്നെയും തോർത്ത് അവിടെ ഇടും.